Hi, today we are discussing about operators of finite rank. Let A from x to y be a linear operator. The rank of A is defined as dimension of A of x. A of x means image of A. That is, rank of A means dimension of image of A. We say that the operator A has a finite rank if rank of A is less than infinity. അതായത് റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ അതിന് നമുക്ക് ഫൈനൈറ്റ് റാങ്ക് എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആവണം. ഇഫ് യു സേ ദാറ്റ് ദി ഓപ്പറേറ്റർ എ ഹാസ് എ ഫൈനൈറ്റ് റാങ്ക് ഇഫ് റാങ്ക് ഓഫ് എ ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി, അപ്പോഴാണ് നമ്മൾ അതിന് ഫൈനൈറ്റ് റാങ്ക് എന്ന് പറയാം. നെക്സ്റ്റ് എക്സാമ്പിൾ 1, ലെറ്റ് n ബിലോങ്സ് ടു n. n എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ ആണ്, ഫിക്സ് ചെയ്തു n എന്ന് പറയുന്നത് n belongs to n. Define A from L2 to L2 be defined as A of x1, x2, etc., xk, etc., which is equal to x1, x2, etc., xn, comma 0, 0, etc. Here L2 means sequence space ആണ്. A from L2 to L2 ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ A എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ ആദ്യത്തെ n ടേംസുകളെല്ലാം x1, x2, എക്സെട്ര xn ആയിരിക്കും. അത് കഴിഞ്ഞ് വരുന്ന റിമൈനിങ് ടേംസ് എല്ലാം സീറോസ് ആവും. അതായത് ഇമേജ് ഓഫ് എയിൽ ആദ്യത്തെ n എണ്ണം നോൺ സീറോസും ബാക്കി വരുന്നതെല്ലാം സീറോസും ആയിരിക്കും. ദെൻ റാങ്ക് ഓഫ് എ ഈക്വൽ ടു n ആണ്. ദിസ് ഈസ് എ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ. Since norm ax is less than or equal to norm x for every x belongs to x, so that norm a is less than or equal to 1, because norm x equal to summation I equal to 1 to infinity mod xi square whole raised to 1 by 2 ആണ്. because here we choose L2 norm ആണ് എടുത്തിട്ടുള്ളത്. so norm x equal to summation I equal to 1 to infinity mod xi square whole raised to 1 by 2 ആണ്. and norm x equal to summation I equal to 1 to n mod xi square whole raised to 1 by 2 ആണ്. so clearly we can write norm ax is less than or equal to norm x for every x belongs to x, so that norm a less than or equal to 1. Next example 2, let the x and y be Banach space. For I equal to 1, 2, 3, etc. n, choose yi belongs to y and fi belongs to x star. അതായത് എക്സിൻ്റെ ഡ്യുവൽ സ്പേസിൽ n ലീനിയർ ഫങ്ഷൻസ് ആണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഡിഫൈൻ a from x to y as ax equal to summation I equal to 1 to n fi of x into yi. Here fi of x എന്ന് പറയുന്നത് ഇസ് എ സ്കാലാർ ആണ്. fi of x belongs to k ആണ്. ആൻഡ് yi belongs to ക്യാപിറ്റൽ y ആണ്. yi belongs to ക്യാപിറ്റൽ y ആണ്. ഇവിടെ ഇമേജ് ഓഫ് എ എന്ന് പറയുന്നത് image of A equal to span of y1, y2, y3, etc. yn ആണ്. That is, dimension of image of A will be less than or equal to n. That is, dimension of A of x less than or equal to n. That is, rank of A is less than or equal to n. അപ്പോൾ ഇവിടെ yi's എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് എടുത്തതെങ്കിൽ ഇമേജ് ഓഫ് എയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈക്വൽ ടു n ആയിരുന്നു. ബട്ട് ഇവിടെ yi എന്ന് പറയുന്നത് ആർബിട്രറി ആയിട്ടാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ഡയമെൻഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ്. സോ ഹിയർ ഡയമെൻഷൻ ഓഫ് A of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. That is, rank of A is less than or equal to n. അപ്പോൾ A ഒരു ഫൈനൈറ്റ് റാങ്കിലുള്ള ഓപ്പറേറ്റർ ആണ്. അപ്പോൾ ഇവിടെ ഡിഫൈൻ ചെയ്ത് A എന്ന് പറയുന്നത്
എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആയിരിക്കും. ബിക്കോസ് എ ഓഫ് എക്സ് നോം എ എക്സ് ഈസ് ഈക്വൽ ടു നോം ഓഫ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എഫ് ഐ ഓഫ് എക്സ് വൈ ഐ ആണ്. സോ we can write which is less than or equal to summation I equal to 1 to n mod fi of x into norm y. Because ഇവിടെ two property യൂസ് ചെയ്തിട്ടുണ്ട്. that is norm x plus y is less than or equal to norm x plus norm y. triangle inequality ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. and scalar multiplication, that is norm cx equal to mod c into norm x. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ഇവിടെ നോം എ എക്സ് ഈക്വൽ ടു നോം സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എഫ് ഐ ഓഫ് എക്സ് വൈ ഐ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n മോഡ് എഫ് ഐ ഓഫ് എക്സ് ഇൻറ്റു നോം വൈ ഐ. ഈ ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഈ ടു പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടാണ്. വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു summation I equal to 1 to n norm fi into norm x into norm y. because here fi's എന്ന് പറയുന്നത് ബൗണ്ടഡ് ലീനിയർ ഫങ്ഷൻസ് ആണ്. ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽസ് ഓൺ എക്സ് ആണ്. എഫ് ഐ ഓഫ് എക്സ് ബൗണ്ടഡ് ആയതുകൊണ്ട് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഐ ഓഫ് എക്സ് എന്നതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ഐ ഇൻറ്റു നോം എക്സ് എന്ന് റൈറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഈ ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n നോം എഫ് ഐ ഇൻറ്റു നോം എക്സ് ഇൻറ്റു നോം വൈ ഐ. സോ ഇവിടെ നോം എക്സ് എന്ന് പറയുന്നത് സമ്മേഷൻ എല്ലാ സമ്മേഷനിലും കോമൺ ആയിട്ട് വരുന്നത് കൊണ്ട് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു. സോ വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n നോം എഫ് ഐ into norm yi into norm x for every x belongs to x. So here summation I equal to 1 to n norm fi into norm yi എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആണ്. സോ അതിനൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ നോം എ എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു നോം എക്സ് എന്നുള്ള ഫോമിൽ നമുക്ക് കിട്ടി. സോ ഹിയർ സി മീൻസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n നോം എഫ് ഐ ഇൻറ്റു നോം വൈ ഐ. ഹെൻസ് എ ഈസ് എ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആൻഡ് നോം എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n നോം എഫ് ഐ ഇൻറ്റു നോം വൈ ഐ. നെക്സ്റ്റ് ടു കമ്പ്യൂട്ട് ദി ഡുവൽ ഓപ്പറേറ്റർ ഓഫ് എ. Let phi belongs to y star. Then a star from y star to x star. A star phi of x equal to phi of ax. It's the definition of dual. So here phi of ax equal to phi of summation I equal to 1 to n fi of x yi. Here phi from y to k ആണ്. phi എന്ന് പറയുന്നത് ലീനിയർ ആണ്. സോ വി ക്യാൻ റൈറ്റ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n phi of x summation I equal to 1 to n fi of x into phi of yi. Here fi's vary and phi of yi's are vary. X is fixed. So we can write summation I equal to 1 to n phi of yi into fi of x. Here phi of yi belongs to k ആണ്. fi belongs to x star ആണ്. എക്സ് സ്റ്റാറിൽ n ബൗണ്ടഡ് ലീനിയർ ഫങ്ഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻസ് ആണ്. എക്സ് സ്റ്റാർ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ സ്പേസ് ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ബിലോങ്സ് ടു എക്സ് സ്റ്റാർ ആണ്. സോ ദേ ആർ ബൗണ്ടഡ് ലീനിയർ ഫങ്ഷൻസ് ഫ്രം എക്സ് ടു കെ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഓപ്പറേറ്ററിനെ എ സ്റ്റാർ ഫൈ ആയിട്ട് ഡിഫൈൻ ചെയ്താൽ സോ ദാറ്റ് എ സ്റ്റാർ ഫൈ ഈക്വൽ ടു summation I equal to 1 to n
phi of yi into fi. That is phi of ax equal to a star phi on x. A എന്ന ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എഫ് ഐ ഓഫ് എക്സ് വൈ ഐ എന്നാണ്. അപ്പോൾ എ എങ്ങനെ എക്സിൽ ആക്ട് ചെയ്യുന്നു എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ എ ഏത് വെക്റ്ററിലാണോ ആക്ട് ചെയ്യുന്നത് അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എഫ് ഐ ഓഫ് ദാറ്റ് വെക്റ്റർ ഇൻറ്റു വൈ ഐ എന്നാണ്. ദാറ്റ് ഈസ് എ ഓഫ് ദാറ്റ് വെക്റ്റർ ഇറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എഫ് ഐ ഓഫ് വെക്റ്റർ എഫ് ഐ ഓഫ് എക്സ് ആണെങ്കിൽ എക്സ് എഫ് ഐ ഓഫ് ദാറ്റ് വെക്റ്റർ ഇൻറ്റു വൈ ഐ എന്നാണ് ഇതിന് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഇതിനെ മറ്റൊരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എഫ് ഐ ഓഫ് എക്സ് ഇൻറ്റു പ്രോഡക്റ്റ് വൈ ഐ. ഹിയർ ഇറ്റ്സ് denoted by tensor product. It is read as tensor product. That is a equal to summation I equal to 1 to n fi tensor product with yi. അതായത് ഇവിടെ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് രണ്ട് ബനാക് സ്പേസ് ആണ്. വൈയിലുള്ള വെക്റ്റേഴ്സും എക്സ് സ്റ്റാറിലുള്ള എൻ ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽസും യൂസ് ചെയ്ത് ബൗണ്ടഡ് ആയിട്ടുള്ള ഫൈനൈറ്റ് റാങ്കുള്ള ഒരു ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്തു. ഇനി നെക്സ്റ്റ് പ്രൂവ് ചെയ്യാനുള്ളത് എവറി ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ഓഫ് ഫൈനൈറ്റ് റാങ്ക് മേ ബി റിട്ടൺ ഇൻ ദി ഫോം വി കൺസിഡർഡ് ഇൻ എക്സാമ്പിൾ 2. ദാറ്റ് ഈസ് in this form. That is every bounded operator of a finite rank may be written in the form a equal to summation I equal to 1 to n fi tensor product with yi. And we want to prove that every bounded operator of finite rank can be written in the form summation I equal to 1 to n fi tensor product with yi. For this, suppose A is bounded and rank of A equal to n, which means dimension of A of x equal to n. We assume that A is bounded and the rank of A equal to n. Then choose yi belongs to image of A such that y1, y2, etc. yn is a basis for image of A. Then how we studied the result in Hand-Banach theorem. The Hand-Banach theorem corollaries bi-orthogonal system. That is, let x1, x2, etc. xn less than or equal to x be a linearly independent subset of x. Then there exists f1, f2, etc. fn belongs to x star such that fi of xj equal to delta ij equal to 1 if I equal to j, 0 if I not equal to j, and every x belongs to span of x1, x2, etc. xn can be decomposed as x equal to summation I equal to 1 to n fi of x into xi. Here y1, y2, y3, etc. yn is linearly independent set in y, so that there exists y1 star, y2 star, etc. yn star belongs to y star. Here instead of fi we choose yi, such that yi star of yj equal to delta ij, and any y belongs to span of y1, y2, etc. yn equal to image of A can be decomposed as y equal to summation I equal to 1 to n fi star of y into yi. Since y belongs to image of A, y equal to ax for some x belongs to x. So we can write instead of y we can write ax. So ax equal to summation I equal to 1 to n yi star of ax into yi equal to summation I equal to 1 to n a star yi star of x into yi. Then let fi equal to a star yi star. Then
we have A equal to summation I equal to 1 to a fi tensor product with a yi. So here we get every bounded operator of finite rank can be written as A equal to summation I equal to 1 to n fi tensor product with a yi. Hence the proof. Next, every bounded operator of finite rank is a compact operator. Bounded and finite rank ആണെങ്കിൽ compact operator ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ we want to prove that A is a compact operator. അപ്പോൾ for this take ux as the unit ball in X, and we will prove that A of ux is a pre-compact set in Y. For this, let Y belongs to A of ux, then norm Y is less than or equal to norm A, because Y equal to AX, X belongs to ux, then which implies norm X is less than or equal to 1. So norm Y equal to norm AX is less than or equal to norm A into norm X, which is less than or equal to norm Y. So we get Y less than or equal to norm Y less than or equal to norm A. So that A of ux is a bounded set of A, finite dimensional space image of A. Here dimension of image of A equal to n. നോർമൽ വെക്റ്റർ സ്പേസ് അല്ലെങ്കിൽ നോർമൽ ലീനിയർ സ്പേസ് ഓവർ കെ ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇമേജ് ഓഫ് എ എന്ന് പറയുന്നത് കെ പവർ എൻ ആണ്. സോ ഇമേജ് ഓഫ് എ ഈസ് നത്തിങ് ബട്ട് കെ പവർ എൻ. ബൈ ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം, every bounded sequence has a convergent subsequence. ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം കെ പവർ എന്നിൽ വാലിഡ് ആണ്. ഏതൊരു ബൗണ്ടഡ് സീക്വൻസുകൾ എടുത്താലും അതിനൊരു കൺവേർജൻറ്റ് സബ്സീക്വൻസ് കിട്ടും. അപ്പോൾ ഇവിടെ എ ഓഫ് യു എക്സ് ആണ്. സോ ടേക്ക് എനി സീക്വൻസ് ഇൻ എ ഓഫ് യു എക്സ്, ഇറ്റ് വിൽ ബി എ ബൗണ്ടഡ് സീക്വൻസ്. സോ ഇറ്റ് വിൽ ഹാവ് എ കൺവേർജൻറ്റ് സബ്സീക്വൻസ് ഇമേജ് ഓഫ് എ. ദാറ്റ് മീൻസ് it is a Cauchy sequence in A of ux. It will have a convergent Cauchy subsequence. So by Bolzano-Weierstrass theorem implies that pre-compactness of A of ux, so that A is compact. We prove every bounded operator of finite rank is a compact operator.